ഇന്നത്തെ വചനചിന്ത, ദൈവം താങ്കളെ വളർത്തുവാൻ തുടങ്ങിയാൽ ആരെല്ലാം താങ്കളെ തളർത്താൻ ശ്രമിച്ചാലും അവരുടെ മുൻപിൽ താങ്കൾ വളർന്നു വരും. ഏത് പ്രതികൂലമാകുന്ന സാഹചര്യമാണെങ്കിലും താങ്കൾ തഴച്ചു വളരും. മറ്റുള്ളവർക്ക് താങ്കൾ ഒരു തണലായി മാറും. ദൈവത്തെ നോക്കിയ താങ്കൾ ദൈവസന്നിധിയെ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ ദൈവം താങ്കളെ പരാജയപ്പെടുവാൻ അനുവദിക്കുകയില്ല. മുന്നിൽ കാണപ്പെടുന്ന ഏത് പ്രതികൂലത്തെയും നേരിടുവാൻ അധികമായ ബലം വചനശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം നൽകും. താങ്കളെ തളർത്തുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവമത്രേ താങ്കളെ വളരുമാറാക്കുന്നത്. 20-ാം സങ്കീർത്തനം 4-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന്. ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് അറിയുന്നത് ദൈവം മാത്രമാണ്. ദൈവാഗ്രഹത്തോടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ദൈവം താങ്കളുടെ ജീവിതത്തിനകത്ത് നിറവേറ്റും. താങ്കളുടെ താല്പര്യങ്ങൾ എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ദൈവത്തിനെ അറിയത്തുള്ളൂ. അതിനാൽ ദൈവിക പദ്ധതിക്കനുസരിച്ച് ചരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. ദൈവഹിതത്തിനായി കാത്തിരുന്നാൽ, ദൈവസന്നിധിയിൽ വിഷയങ്ങൾ കൊടുത്താൽ ദൈവം തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട മറുപടി നൽകുവാനിടയാകും. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, 1 ശമൂവേൽ പുസ്തകം വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഹന്നയെ കാണാം. ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ, ഈ നിമിഷം ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ, ഇന്നേ വരെ താങ്കൾ അനുഭവിച്ച ഒറ്റപ്പെടൽ, ഇന്നേ വരെ അനുഭവിച്ച നിന്ദകൾ, പരിഹാസങ്ങൾ സകലതും ഒരനുഗ്രഹമായി മാറും. സകല വിഷയത്തിനും മറുപടി നൽകി കർത്താവ് മാനിക്കും. ഏലി പുരോഹിതൻ്റെ ദേവാലയത്തിൽ ദർശനം മങ്ങി തുടങ്ങിയപ്പോൾ ഹന്നയെ ദേവാലയത്തിൽ ദൈവം കൊണ്ടുവരുവാനിടയായി. ഹന്നയെ ദൈവ പദ്ധതിക്കനുസരിച്ച് ആലയത്തിലിരുത്തുവാൻ ഹന്നയുടെ ജീവിതത്തിനകത്ത് അനേകം പ്രതികൂലങ്ങൾ കടത്തിവിട്ടു. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ കടന്നു വന്നു, കഷ്ടതയുടെ അവസ്ഥ കടന്നു വന്നു, പരിഹാസത്തിൻ്റെ അവസ്ഥ കടന്നു വന്നു. ഹന്നയെ തളർത്തുവാനല്ല, ദൈവം ഹന്നയുടെ കൊമ്പ് ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ദൈവിക പദ്ധതിക്കനുസരിച്ച് ഹന്നയുടെ അതരം ചലിച്ചപ്പോൾ, ഹന്ന ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ നേർച്ച നേർന്നപ്പോൾ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ ഹന്ന വിളിച്ചു പറഞ്ഞു: എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നുവെന്ന്. ഹന്നയെ നിന്ദയിലൂടെ കടത്തിവിട്ടുവെങ്കിലും, ഹന്നയെ കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ടുവെങ്കിലും കൈവിടാത്ത ദൈവം ഹന്നയുടെ തലയുയർത്തി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം ആഗ്രഹിച്ചതുപോലെ ഹന്ന തൻ്റെ തലമുറയെ ജീവപര്യന്തം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഹന്നയുടെ ഗർഭം ദൈവം തുറന്നു. ഹന്നയെ ദൈവം മാനിച്ചു. വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രതികൂലത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുക, താങ്കളെ തകർക്കുവാനല്ല, താങ്കളെ ഉയർത്തുവാനും ദൈവിക പദ്ധതിയിലേക്ക് താങ്കൾ സമർപ്പിക്കപ്പെടുവാനും വേണ്ടിയാണ്. ദൈവം താങ്കളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മറ്റാർക്കുമില്ലാത്ത ചില കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ താങ്കൾ കടന്നു ചെല്ലേണ്ടി വരും. ആർക്കും താങ്കളെ തകർക്കുവാൻ കഴിയത്തില്ല. വിളിച്ചു പറയണം, ദൈവം വിശ്വസ്തനാണ്. താങ്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം താങ്കൾ കാണും. എവിടെയും താഴുവാൻ, എവിടെയും പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. താങ്കൾക്കൊരു നല്ല ഭാവി നൽകുവാൻ യേശുവിന് കഴിയും. താങ്കൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറും. ദൈവം മാനിച്ച് ദേശത്ത് ഉയർത്തും. ഹബക്കൂക്ക് പ്രവചന പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു: അത്തി തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി ഫലം നൽകിയില്ലെങ്കിലും, ഗോശാലകൾ നശിച്ചു പോയാലും കുഴപ്പമില്ല. ഹബക്കൂക്ക് പ്രവചന പുസ്തകത്തിൽ 3-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ വിളിച്ചു പറയുക: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന്. എത്ര തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും താങ്കളുടെ മുന്നിൽ തുറക്കേണ്ട വാതിൽ ദൈവം തക്ക സമയം തുറക്കും. ദൈവിക പദ്ധതിക്കനുസരിച്ച് താങ്കൾ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, പ്രവർത്തിപ്പാൻ തയ്യാറായാൽ, വിശ്വാസത്തോടുകൂടെ ചലിപ്പാൻ തയ്യാറായാൽ, താങ്കളെ മാനിച്ച് താങ്കളെ വളർത്തുവാൻ, താങ്കളെ ഉയർത്തുവാൻ ദൈവകരം ചലിക്കും. പകുതി വഴിയിൽ കൈവിട്ട് ഉപേക്ഷിച്ചു പോകുന്നൊരു ദൈവമല്ല. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടത കടന്നു വരുമ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് വഴിതിരിച്ച് ശ്രേഷ്ഠമായി മാനിക്കുന്ന ദൈവം കൂടെയുണ്ട്. ആകയാൽ മനുഷ്യനിൽ ആശ്രയിക്കാതെ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് ചലിപ്പാൻ
വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.